നമസ്കാരം. ന്യൂസ് അറ്റ് 3 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ്. 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പരിഗണനയിലിരുന്ന എല്ലാ ബില്ലുകളിലും ഒപ്പിട്ട് ഗവർണർ. ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിനും അനുമതി. ക്ഷീരസഹകരണ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ എന്നിവയിലും ഒപ്പിട്ടു. ഇ.പി. ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ CPIM പ്രതിരോധത്തിൽ. കൂടിക്കാഴ്ച നിഷ്കളങ്കമല്ലെന്ന് തോമസ് ഐസക്. മുഖ്യമന്ത്രി പറഞ്ഞതാണ് നിലപാടെന്ന് MV ജയരാജൻ. പിണറായി വിജയൻ ഇ.പി. ജയരാജനെ ഒറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71.16% പോളിംഗ് കുറഞ്ഞത് വിജയത്തെ ബാധിക്കില്ലെന്ന് സ്ഥാനാർത്ഥികൾ. വ്യാപകമായി കള്ളവോട്ട് ആരോപണവും. വോട്ട് ശതമാനം കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി KC വേണുഗോപാൽ. CPIMകാരായ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കി. അവരെല്ലാവരും സ്വരത്തിൽ പറഞ്ഞ കാര്യം, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം, ഈ ഡിലേ വന്ന ബൂത്തുകളിൽ 90% UDFന് മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. ഇത് കൂട്ടി വായിക്കേണ്ടത് ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്കിയായിരുന്നു. BJPയുമായി ഡീലില്ലെങ്കിൽ CPIM 2ാം സ്ഥാനത്ത് വരുമെന്ന് K മുരളീധരൻ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ്. 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ചൂട് കൂടുന്ന സാഹചര്യം തന്നെയാണുള്ളത്. 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇത് എങ്ങനെയൊക്കെയാണ് വൈദ്യുതിയെ അടക്കം ബാധിക്കാൻ പോകുന്നത്?